നമസ്കാരം. തിരഞ്ഞെടുപ്പ് വിശേഷവുമായി ഇത്തവണ നമ്മൾ എത്തി നിൽക്കുന്നത് പാലാ മണ്ഡലത്തിലാണ്. സാധാരണഗതിയിൽ പാലയിലുണ്ടാകുന്ന മത്സര പോരാട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഗതിയാണ് ഇത്തവണത്തേത്. ചൂടൽപ്പം കൂടുന്നുണ്ട്. പ്രത്യേകിച്ച് ത്രികോണ മത്സരം എന്നുള്ള ഒരു വിശേഷണം കൂടെ അർഹതപ്പെടുന്ന ഒരു നിയമസഭാ മത്സരമാണ് ഇത്തവണ പാലയിലുള്ളത്. NDA സ്ഥാനാർത്ഥിയായി ഷോൺ ജോർജ് കൂടെ രംഗത്തേക്ക് എത്തിയതോടെയാണ് മത്സര ചിത്രത്തിൽ ഇത്തിരി കടുപ്പം കൂടിയത് എന്ന് ചുരുക്കം. കഴിഞ്ഞ പലതവണയും ഇവിടെ വലിയ രീതിയിലുള്ള മത്സരങ്ങൾ ഉണ്ടായിരുന്നത് LDF UDF നേതൃത്വത്തിലായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പാല എന്ന് പറയുമ്പോൾ KM മാണി എന്നും KM മാണിയുടെ പേര് പറയുമ്പോൾ അത് പാലയാണ് എന്നും ഉറച്ചു പറഞ്ഞിരുന്ന വിശ്വസിച്ചിരുന്ന ജനങ്ങളുടെ നാടാണ് ഇത്. എന്നാൽ അദ്ദേഹത്തിന്റെ മരണശേഷമാണ് രാഷ്ട്രീയപരമായിട്ട് വലിയ മാറ്റങ്ങൾ ഇവിടെ സംഭവിക്കുന്നത്. UDF അധികാരത്തിൽ വരുന്നു. ഇപ്പോൾ UDFന്റെ സിറ്റിംഗ് MLA ആയിട്ടുള്ള മാണി സി കാപ്പാൻ തുടർച്ചയായിട്ട് വരും എന്നുള്ള വിശ്വാസത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആക്കം കൂടുകയാണ്. എന്നാൽ അച്ഛൻ തുടങ്ങിവെച്ച ഓരോ കാര്യങ്ങളും ഇവിടെ പൂർത്തീകരിക്കണമെങ്കിൽ താൻ തന്നെ വേണം എന്നുള്ള ആത്മവിശ്വാസത്തിൽ ജനങ്ങൾ തനിക്കൊപ്പം ഉണ്ടാകുമെന്നുള്ള വിശ്വാസത്തിലാണ് ജോസ് കെ മാണി രംഗത്തേക്ക് എത്തുന്നത്. ഇതിനിടയിൽ PC ജോർജിന്റെ മകനായിട്ടുള്ള ഷോൺ ജോർജ് കൂടെ NDA സ്ഥാനാർത്ഥിയായി രംഗത്തേക്ക് വന്നതോടുകൂടെ വലിയ പോരാട്ടം തന്നെ തുടങ്ങുകയാണ് ഇവിടെ പാലയിൽ. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പോരാട്ടമാണ് ഇവിടെ ഉള്ളത് എന്നുള്ളത് ജനങ്ങളും പ്രതികരിക്കുന്നുണ്ട്. ജനങ്ങൾ ആർക്കൊപ്പം എന്ന് ചോദിക്കുമ്പോൾ ഒരു ഭൂരിപക്ഷം ജനങ്ങളും പറയുന്നത് ജോസ് കെ മാണി എന്ന് തന്നെയാണ് ഉത്തരം. 3 മുന്നണി സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ച ജില്ലയിലെ ആദ്യ മണ്ഡലമാണ് പാല എന്നുള്ളതും വലിയ രീതിയിൽ ശ്രദ്ധേയമായ ഒരു വിഷയമാണ്. സിറ്റിംഗ് MLA മാണി സി കപ്പൻ UDF സ്ഥാനാർത്ഥിയായി എത്തുമ്പോൾ കേരള കോൺഗ്രസ് M ചെയർമാനായിട്ടുള്ള ജോസ് കെ മാണിയാണ് LDFനായിട്ട് മത്സര രംഗത്തേക്ക് എത്തിയത്. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജ് NDAക്കും മത്സരത്തിനെത്തിയതോടെ ത്രികോണ മത്സരത്തിന് തുടക്കം കുറിക്കുകയായിരുന്നു. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പാലാ നഗരസഭ പിടിച്ചെടുത്തതും പാലയിലെ പഞ്ചായത്തുകളിൽ ഭരണം പിടിച്ചതും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ ഭാഗമായിട്ട് പാലയിൽ നേടിയ ഭൂരിപക്ഷവുമാണ് UDFന്റെ ഇത്തവണത്തെ ആത്മവിശ്വാസത്തിന് ആക്കം കൂട്ടുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളിൽ ലഭിച്ച ആകെ വോട്ടിൽ മുന്നിൽ നിൽക്കുന്നത് LDF ആണ് എന്നുള്ളതാണ് LDFന്റെ പ്രധാനപ്പെട്ട പ്രതീക്ഷ. പഴയ പൂഞ്ഞാർ മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ ജില്ലയിലെ പഞ്ചായത്തിൽ മത്സരിക്കുമ്പോൾ ഭൂരിപക്ഷം കിട്ടിയ പഞ്ചായത്തുകളും ഉണ്ടെന്ന ആത്മവിശ്വാസം NDAക്കുമുണ്ട്. എന്തായാലും വലിയ രീതിയിൽ ഇത്തരത്തിലൊരു പ്രചാരണങ്ങൾ ശക്തമാകുമ്പോൾ ആർക്കൊക്കെയാണ് ജനങ്ങൾ എന്നുള്ള ഒരു ചോദ്യം അവിടെ അവശേഷിക്കുകയാണ്. ചരിത്രം നോക്കുമ്പോഴും രാഷ്ട്രീയപരമായിട്ടുള്ള രീതികൾ നോക്കുമ്പോഴും പാല എന്ന് പറയുന്നത് നിസാരമായ ഒരു മണ്ഡലമല്ല. കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ സവിശേഷമായ സ്ഥാനമുള്ള ഒരു മണ്ഡലമാണ് പാല. വെറുമൊരു ഹൈറേഞ്ച് സീറ്റ് എന്നതിലുപരി രാഷ്ട്രീയ ചരിത്രവും വ്യക്തിത്വങ്ങളും കുടിയേറ്റ കർഷകരുടെ ആത്മവിശ്വാസവും ചേർന്നിട്ടുള്ള ഒരു മണ്ണാണ് പാല. പതിറ്റാണ്ടുകളോളം കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ പര്യായമായിരുന്നു പാല. എന്നാൽ ഇന്ന് ആ രാഷ്ട്രീയ കുത്തക തകരുകയും കടുത്ത മത്സരങ്ങൾക്കും പുതിയ രാഷ്ട്രീയ പരീക്ഷണങ്ങൾക്കും മണ്ഡലം വേദിയായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമാണെങ്കിലും കിഴക്കൻ മലനിരകളേക്കാൾ മധ്യ കേരളത്തിലെ സാമൂഹിക രാഷ്ട്രീയ ചലനങ്ങളോടാണ് പാല കൂടുതൽ ചേർന്ന് നിൽക്കുന്നത്. രാഷ്ട്രീയ പ്രബുദ്ധതയും സാമൂഹിക സ്വാധീനവുമുള്ള ഇവിടുത്തെ വോട്ടർമാർക്ക് തങ്ങളുടെ തീരുമാനങ്ങൾ രാഷ്ട്രീയ ഗതിവിഗതികളെ എങ്ങനെ ബാധിക്കുമെന്നത് കൃത്യമായിട്ടുള്ള ബോധ്യത്തോടു കൂടെയാണ് നോക്കിക്കാണുന്നത്. പ്രധാനമായിട്ടും കുടിയേറ്റ കേന്ദ്രങ്ങളിൽ നിന്ന് മത്സരഭൂമിയിലേക്ക് ഇറങ്ങുന്നവരാണ് ഇവിടുത്തുകാർ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ എന്തൊക്കെയായിരിക്കും ഇവിടുത്തെ മാറ്റങ്ങൾ എന്ന് അവർ മനസ്സിലാക്കുമ്പോൾ പ്രധാനമായിട്ടും കുടിയേറ്റക്കാർക്ക് ലഭിക്കുന്ന വികസന പദ്ധതികൾ തന്നെ ചർച്ചാ വിഷയമാകാറുണ്ട്. ഫലഭൂയിഷ്ഠമായ കൃഷിയിടങ്ങളും സജീവമായിട്ടുള്ള നഗരസമ്പദ് വ്യവസ്ഥയും ചേർന്നതാണ് പാലയുടെ ഭൂപ്രകൃതി. റബ്ബർ കൃഷിയാണ് ഗ്രാമപ്രദേശങ്ങളിലെ പ്രധാനപ്പെട്ട വരുമാന മാർഗങ്ങളിൽ ഒന്ന്. വിദ്യാഭ്യാസ വാണിജ്യ സാംസ്കാരിക കേന്ദ്രമായിട്ടും പാലാ നഗരം അറിയപ്പെടാറുമുണ്ട്. മിക്ക മലയോര മേഖലകളെക്കാളും മികച്ച ഗതാഗത സൗകര്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത. സിറിയൻ ക്രിസ്ത്യൻ കുടിയേറ്റ കുടുംബങ്ങളാണ്
ദീർഘകാലമായിട്ട് മണ്ഡലത്തിന്റെ രാഷ്ട്രീയവും സാമൂഹികവുമായിട്ടുള്ള ഗതി നിയന്ത്രിച്ചിരിക്കുന്നത്. സഹകരണ ബാങ്കുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, വ്യാപാരി സംഘടനകൾ, സഭാ നേതൃത്വങ്ങൾ എന്നിവയുമായി ചേർന്ന് രൂപപ്പെട്ട ഈ ആവാസ വ്യവസ്ഥ കേരള കോൺഗ്രസിനെ പാലായിൽ അജയ്യരാക്കി മാറ്റിയിട്ടുമുണ്ട്. എന്തായാലും പുതിയ തലമുറ കൂടെ എന്തായിരിക്കും ചിന്തിക്കുന്നത്, ഏത് തരത്തിലുള്ള രാഷ്ട്രീയ കാഴ്ചപ്പാടാണ് എടുത്തിരിക്കുന്നത് എന്നറിയാനുള്ള ഒരു ഉത്തരമാണ്, അല്ലെങ്കിൽ അതിനുള്ള ഒരു റിസൾട്ട് ആണ് ഈ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പും അതിന്റെ റിസൾട്ടും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വളരെ ആത്മവിശ്വാസത്തോടെയാണ് മൂന്ന് മുന്നണികളും ഇത്തവണ മത്സരത്തിലേക്ക് ഇറങ്ങുന്നത്. 2021 വിധി പരിശോധിക്കുകയാണെങ്കിൽ പാലയുടെ രാഷ്ട്രീയ മാറ്റം അടിവരയിട്ട തിരഞ്ഞെടുപ്പായിരുന്നു അത് എന്ന് പറയേണ്ടി വരും. LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച കേരള കോൺഗ്രസ് എം നേതാവ് ജോസ് കെ മാണിയെ UDF സ്വതന്ത്രനായി മത്സരിച്ച മാണി സി കാപ്പാൻ പരാജയപ്പെടുത്തുകയായിരുന്നു. MCP വിട്ട് മാണി സി കാപ്പാൻ UDF പക്ഷത്തേക്ക് മാറിയത് മണ്ഡലത്തിൽ വലിയ രാഷ്ട്രീയ ചർച്ചയ്ക്കാണ് അന്ന് വഴിവെച്ചത്. 61,528 വോട്ടുകൾ നേടിയ മാണി സി കാപ്പാൻ ജോസ് കെ മാണിയെ 15,378 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലായിരുന്നു അന്ന് തോൽപ്പിച്ചത്. ദീർഘകാലം ഒരു കുടുംബം ഭരിച്ചിരുന്ന മണ്ഡലത്തിൽ പരമ്പരാഗതമായ രാഷ്ട്രീയ രീതികൾ അവസാനമാകുന്നു എന്ന രീതിയിലായിരുന്നു അന്നത് ചർച്ച ചെയ്യപ്പെട്ടത്. എന്നാൽ അന്ന് അത്തരത്തിൽ അവസാനിച്ചു എന്ന് തോന്നുന്ന കാര്യമാണ് തുടർന്ന് ഇവിടെ ഈ തവണത്തെ തിരഞ്ഞെടുപ്പിൽ തുടരും എന്നുള്ള ആത്മവിശ്വാസത്തിൽ ജോസ് കെ മാണി രംഗത്തേക്ക് എത്തുന്നത്. എന്തായാലും പാല എങ്ങനെയായിരിക്കും ഇതിനൊരു മറുപടി നൽകുക എന്നുള്ള ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്. ഒറ്റനോട്ടത്തിൽ നോക്കുകയാണെങ്കിൽ ഈ മണ്ഡലത്തിൽ ആരായിരിക്കും എന്നത് ഒരു കടുത്ത ചോദ്യം തന്നെയാണ്. ത്രികോണ മത്സരമാണ് ഇത്തവണ ഇവിടെ നടക്കാൻ പോകുന്നത്. 3 സ്ഥാനാർത്ഥികൾക്കും ആത്മവിശ്വാസം ഒട്ടനവധിയാണ്. NDA സംബന്ധിച്ച് മോദി സർക്കാർ, മോദി ഗ്യാരണ്ടി എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ വികസനങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രംഗത്തേക്ക് വരികയാണ് ഷോൺ ജോർജ്. അച്ഛന്റെ പ്രവർത്തനങ്ങളും അച്ഛന് ലഭിക്കുന്ന ചില വോട്ടുകളും തന്നിലേക്ക് വരുമെന്നുള്ള ഒരു ആത്മവിശ്വാസവും ഷോൺ ജോർജിന് ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ അച്ഛനൊപ്പം നിൽക്കുന്ന ജനങ്ങൾ, അച്ഛനെ ഓർക്കുന്ന ജനങ്ങൾ തങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്നുള്ള വിശ്വാസം LDF സ്ഥാനാർത്ഥിയായ ജോസ് കെ മാണിക്കും ഉണ്ട് എന്നുള്ളതും പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇത്രയും കാലം ഇവിടെ ഉണ്ടായിരുന്ന LDF UDF മത്സരം അത് മാറിക്കൊണ്ട് ഇപ്പോൾ ഒരു ത്രികോണ മത്സരത്തിന് പാല സാക്ഷ്യം വഹിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി ആർക്കൊപ്പമാണ് ജനങ്ങൾ, പാലയിലെ ജനങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് എന്നറിയാൻ ദിവസങ്ങൾ മാത്രമാണ് ബാക്കി.